ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 3-4 ദിവസത്തെ മുമ്പുള്ള ഒരു വീഡിയോ ആണ് കേട്ടത്. അപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെയാണ്. എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ട് സഹകരിക്കണം. മലപ്പുറംകാരുടെ കലക്കി ഒഴിക്കണ അപ്പമാണ് കേട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ തലേ ദിവസത്തെ കുറച്ച് മീൻ കറി ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് കേട്ടോ ഇതിനുള്ള കറി. പിന്നെ ഇത് ഞാനിന്ന് ചെമ്മീൻ റോസ്റ്റ് കുറച്ച് ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടി ഉള്ളിയും തക്കാളിയൊക്കെ ഈ ദോശ ഉണ്ടാക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ വെട്ടി വെക്കുകയാണ്. അങ്ങനെ കഴിഞ്ഞ വീഡിയോയ്ക്ക് നിങ്ങൾ തന്ന സപ്പോർട്ടിനും സഹകരണത്തിലൊക്കെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. പുതിയ കൂട്ടുകാരൊക്കെ എൻ്റെ വീഡിയോ കാണാൻ എത്തിയിട്ടുണ്ട്. അവർക്കൊക്കെ ഒരുപാട് താങ്ക്സ്. ഇത് പിന്നെ എല്ലാത്തിലും വെള്ളം നിറച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇന്നിവിടെ ടാങ്ക് ക്ലീൻ ആക്കാൻ വരുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ വൈകുന്നേരത്തെ വെള്ളമൊക്കെ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാത്തിലും വെള്ളമൊക്കെ പിടിച്ച് വെക്കണം. എല്ലാ ക്വാർട്ടേഴ്സുകാരും ഇതുപോലെ വെള്ളമൊക്കെ പിടിച്ച് വെക്കുന്നുണ്ട്. അങ്ങനെ ഈ പണിൻ്റെ ഇടയിൽ കൂടെ തന്നെ വെള്ളമൊക്കെ നിറച്ച് വെക്കുന്നുണ്ട് കേട്ടോ. ബാത്റൂമിലും പിന്നെ പുറത്തും അങ്ങനെ എല്ലാവിടും ഞാൻ വെള്ളമൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ കുറച്ച് കട്ടൻ ചായയൊക്കെ ഇട്ടു കേട്ടോ. അപ്പോൾ ഇനി ദോശയൊക്കെ ഉണ്ടാക്കി അങ്ങനെ കട്ടൻ ചായയൊക്കെ ഇട്ട് തലേ ദിവസത്തെ മീൻകറിയൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ ചായ കുടിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ ചായ കൂടി കഴിഞ്ഞ ഉടനെ തന്നെ പിന്നെ ബാത്റൂമിൽ വലിയ ബക്കറ്റൊക്കെ വെച്ചിട്ട് ഫുള്ള് വെള്ളം നിറച്ച് വെക്കലായിരുന്നു കേട്ടോ പണി. ചിലപ്പോൾ വൈകുന്നേരത്ത് കറണ്ട് വന്നില്ലെങ്കിൽ നമ്മൾ ആകെ ഇടങ്ങാറാവില്ല. അപ്പോൾ വെള്ളമില്ലാതെ ഒരു കളിയും നടക്കില്ല. അങ്ങനെ എൻ്റെ അടുത്ത് വലിയ ബക്കറ്റൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അതൊക്കെ പെട്ടെന്ന് ഒഴിച്ചിട്ട് 2 ബക്കറ്റിലും 2 ബാത്റൂമിലും വെള്ളമൊക്കെ പിടിച്ച് നിറച്ച് വെച്ചിരുന്നു. അപ്പോൾ ഇവിടെ കോമൺ ആയിട്ടൊരു ബാത്റൂമൊന്നുമില്ല. 2 ബെഡ്റൂമിലും ഓരോ ബാത്റൂമാണ് കേട്ടോ നമുക്കുള്ളത്. അപ്പോൾ ഉള്ള ബക്കറ്റിലൊക്കെ വെള്ളം നിറച്ച് വെച്ചു. പിന്നെ ഞാൻ അത് ചെമ്മീനൊക്കെ നേരാക്കാൻ വേണ്ടി പുറത്ത് ഇങ്ങനെ തുണി കഴുകണം അവിടെ വന്നിരുന്നിട്ടാണ് കേട്ടോ ചെമ്മീൻ നേരാക്കുന്നത്. ഇങ്ങനെ ചെറിയ മീനൊക്കെ നേരാക്കാനുണ്ടാകുമ്പോൾ ഞാൻ പുറത്ത് വന്നിരുന്നിട്ടാണ് കേട്ടോ ക്ലീൻ ചെയ്യുക. പിന്നെ ഇതിൻ്റെ സ്മെല്ല് അങ്ങനെ അകത്തൊന്നും ഒരുപാട് എടുക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ ഇത് ചെമ്മീനൊക്കെ വേഗം ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ തുണികളൊക്കെ ഞാൻ ഇന്നലെ രാത്രി തന്നെ വാഷിംഗ് മെഷീനിലിട്ട് കഴുകിയിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ രാത്രിയാണ് നമുക്ക് മെസ്സേജ് വന്നിരുന്നത് നാളെ വെള്ളമൊക്കെ സ്റ്റോപ്പ് ചെയ്യും, ടാങ്ക് ക്ലീൻ ആക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ രാത്രി തന്നെ തുണി കഴുകൽ പണിയൊക്കെ കഴിച്ച് വെച്ചിരുന്നു. അങ്ങനെ ഇതാ മീൻ നേരാക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ ചോറിന് അരി ഇട്ട് ഇപ്പോൾ ചോറൊക്കെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന വെള്ളയരിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചോറൊക്കെ വെന്ത് കിട്ടും. പിന്നെ ഒരു ചെറിയൊരു കുമ്പളങ്ങിൻ്റെ കഷ്ണമുണ്ട്, അതുകൊണ്ടൊരു ഒഴിച്ച് കറി ഉണ്ടാക്കണം. പിന്നെ ചെമ്മീൻ റോസ്റ്റും ആക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് അത്രയ്ക്ക് എൻ്റെ പണിയാണ്. മീൻ നേരാക്കലൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ചോറൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ചോറൊക്കെ വാർത്തു. പിന്നെ ഇതാ ചെമ്മീനിൽ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇട്ട് അത് 3ഉം കൂടി ഇട്ടിട്ട് നല്ലപോലെ മസാല തേച്ച് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഒരു 10-15 മിനിറ്റ് ഇത് വെച്ച് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞാനിത് പൊരിക്കാൻ വേണ്ടി എടുക്കുന്നത്. അപ്പോൾ അത് മീൻ മസാല ഇടുന്നതൊന്നും എനിക്ക് വീഡിയോ എടുത്തില്ല കേട്ടോ. ആ സമയം ഒരു വേറെ ഫോണൊക്കെ വന്നിരുന്നു. അങ്ങനെ അതവിടെ റെഡിയാക്കി അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതൊരു ചെറിയൊരു കഷ്ണം കുമ്പളങ്ങിയുണ്ട്. ഇത് എൻ്റെ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഞാൻ കൊണ്ടുവന്നതാണ്. വീട്ടിൽ ഒരുപാട് പെരപ്പുറത്ത് കുമ്പളങ്ങിയൊക്കെ കാച്ചി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 3-4 കുമ്പളങ്ങിയൊക്കെ അവിടെ നിന്ന് കുഞ്ഞ് തന്നെ കേട്ടോ കൊണ്ടുവന്നു. എന്നാലും നല്ലോണം മൂത്തിട്ടൊക്കെ ഉണ്ട്. നാടൻ കുമ്പളങ്ങിയാകുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ ഉണ്ടാകുമല്ലോ അല്ലേ. അപ്പോൾ ഇത് പരിപ്പൊന്നും ഇടുന്നില്ല, വെറുതെ അങ്ങനെ ഒരു പുളി ഒഴിച്ചിട്ട് കറി വെക്കാനാണ്. പുളി എന്ന് പറയുമ്പോൾ ഓവർ പുളിയൊന്നും ഒഴിക്കില്ല കേട്ടോ. ഒരു നേരിയ പുളി മാത്രമേ ഒഴിക്കുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടിയിട്ട് 2 പച്ചമുളകൊക്കെ ഇട്ടിട്ട് അത് വേവിക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വെന്ത് കഴിഞ്ഞതിന് ശേഷം തേങ്ങ അരച്ച് ഒഴിക്കുക തന്നെയാണ്. അപ്പോൾ ഞാൻ ഇതൊക്കെ മുറിച്ച് വെക്കുന്നതിന് മുമ്പ് തന്നെ തേങ്ങയൊക്കെ അരച്ച് റെഡിയാക്കി വെച്ചിരുന്നു കേട്ടോ. ഇതിങ്ങനെ കറണ്ട് പോയി കഴിഞ്ഞാൽ ആകെ പണിയാകും. അപ്പോൾ ഈ കുമ്പളങ്ങയൊക്കെ മുറിക്കാൻ നിൽക്കുന്നതിന് മുമ്പ് തന്നെ തേങ്ങയും കുറച്ച് ചെറിയുള്ളിയും ജീരകവും ഒക്കെ കൂടിയിട്ട് നല്ലപോലെ അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് അങ്ങനെ ഒരു അടുപ്പത്ത് വേവിക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. അതിനുശേഷം ഇപ്പുറത്ത് ഞാൻ ചെമ്മീനും പൊരിക്കാൻ വേണ്ടി ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇടയിൽ തന്നെ ഓരോ ക്ലീനിങ് പണിയും പാത്രം കഴുകലും അങ്ങനെയുള്ളതൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു നേരിയ പുളിയെ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ കേട്ടോ കറിയിൽ. ഓവർ പുളിയായാലും കറിൻ്റെ ടേസ്റ്റ് ഒന്നും മാറിക്കിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പുളിയൊന്നും ഒഴിക്കുന്നില്ല, ഒരു ചെറുതായിട്ടൊരു പുളി മാത്രം ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ കുമ്പളങ്ങിയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം അത് തേങ്ങയൊക്കെ ഒഴിച്ച് കൊടുക്കും. പിന്നെ ഇപ്പോൾ ഇവിടെ ഒക്കെ ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ എത്ര കറി വെച്ചാലും കറി പെട്ടെന്ന് തീരൂല കേട്ടോ. അതുകൊണ്ട് ചെറിയൊരു കുഞ്ഞു ചട്ടിയിലാണ് കറി വെച്ചിട്ടുള്ളത്. ഈ ചട്ടിയിൽ കറി വെച്ചാൽ തന്നെ ഞങ്ങൾക്ക് 3 ദിവസം എന്തായാലും ആ കറി ഉണ്ടാവും. ഇവിടെ ഷീറ്റൊക്കെ കുറഞ്ഞതുകൊണ്ട് തന്നെ ടാപ്പിങ് പണി നിർത്തിയത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആകെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ. പിന്നെ അങ്ങനെയൊക്കെ കർണാടകയിലേക്ക് പോവുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ അവിടെയാണ് ഇപ്പോൾ കാക്ക് ജോലി. പിന്നെ അത് ഞാൻ കറിയൊക്കെ ആയിക്കഴിഞ്ഞതിന് ശേഷം അതൊക്കെ ഒന്ന് കടുക് വറുത്തിടുകയാണ് കേട്ടോ. പിന്നെ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കടുകും ചെറിയുള്ളിയും കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് കൂട്ടാനൊക്കെ ഒന്ന്. ഈ സമയം എൻ്റെ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് മറക്കാതെ ലൈക്ക് ചെയ്യണം കേട്ടോ. പുതിയ കൂട്ടുകാരൊക്കെയാണ് ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടനൊക്കെ ഒന്ന് അമർത്തണേ. ഒന്ന് ബെൽ ബട്ടൺ അമർത്തി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ എഴുതിയിടണേ. അങ്ങനെ ഞാൻ എന്താ കറിയൊക്കെ താളിച്ച് വെച്ചു കേട്ടോ. അതിനുശേഷം എന്താ മീൻ പൊരിക്കാനൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് വേഗം അടിച്ച് വരാൻ വേണ്ടിയിട്ട് ഇറങ്ങി. എത്ര വട്ടം അടിച്ച് വാരിയാലും പൊടികൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും കേട്ടോ. അപ്പോൾ കാറ്റുള്ള സമയമല്ല, അതുകൊണ്ട് നല്ലപോലെ പൊടികൾ എപ്പോഴും തോളിക്കൊണ്ടേയിരിക്കും. അപ്പോൾ മീൻ പൊരിച്ച് കഴിയുന്നതിനുള്ളിൽ തന്നെ അടിക്കലും തുടക്കലും കഴിക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതാ മീൻ ചെറിയ തീയിൽ അടുപ്പിൽ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പൊരിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ.
പിന്നെ ഉള്ളിയും തക്കാളിയൊക്കെ ഞാൻ നേരത്തെ വെട്ടി വെച്ചു. അങ്ങനെ മീൻ പൊരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ മണമൊക്കെ അടിച്ചതും പിന്നെ അയ്യാൻകുട്ടി അവിടെ നിന്ന് എണീറ്റ് ഓടി വന്നു കേട്ടോ. അമ്മ എനിക്ക് ചോറ് മീൻ വേണോ എന്ന് പറഞ്ഞ് ഭയങ്കര വാശിയായിട്ട്. അപ്പോൾ കുട്ടിക്ക് മീൻ പൊരിച്ചതിൻ്റെ മണം അടിച്ചപ്പോൾ നല്ല അങ്ങനെ റോസ്റ്റ് ആകുമ്പോഴേക്കും തന്നെ പകുതി മീനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ട് അപ്പോൾ മോള് വന്ന് കുറച്ച് ടേസ്റ്റ് ചെയ്യും, അയ്യാൻകുട്ടി വന്ന് ടേസ്റ്റ് ചെയ്യും, അങ്ങനെയൊക്കെയാണ്. പിന്നെ വലിയ ആൾ രണ്ടാമത്തവൻ ഇവിടെ ഇല്ല കേട്ടോ. അവൻ പിന്നെ പരീക്ഷയ്ക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ അയ്യാൻകുട്ടി സ്റ്റൂളൊക്കെ വെച്ചിട്ടാണ് കയറി നോക്കുന്നത്. എന്താ അമ്മ മണം വരുന്നതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പാത്ര സ്റ്റാൻഡിൽ നിന്ന് പാത്രമൊക്കെ എടുക്കും. പിന്നെ അവനുള്ളത് കുറച്ചൊരു പാത്രത്തിൽ ഇട്ട് കൊടുത്തപ്പോൾ അതും കൊണ്ട് ഓടി രണ്ടാം മുറി വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയും വേണമെന്ന് വെച്ച് രണ്ടാം മുറി ഇവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ അവൻ ഇങ്ങനെ വരുമ്പോൾ ഈ രണ്ടെണ്ണം ഞാനിങ്ങനെ ഇട്ട് കൊടുക്കട്ടെ. പിന്നെ ഞാൻ പറഞ്ഞു ഇനി മീൻ മാത്രം തിന്നേണ്ട, ചോറും കൂടെ തരാമെന്ന് കേട്ടോ. അപ്പോൾ നല്ലൊരു ചിരിയൊക്കെ ചിരിച്ചിട്ട് ആൾ പോയതാണ്. അങ്ങനെ ചെമ്മീൻ പൊരിച്ച അതേ ചട്ടിയിൽ തന്നെയാണ് പിന്നെ റോസ്റ്റിനുള്ള ഉള്ളിയും മുളകും തക്കാളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു പ്രത്യേകിച്ച് സ്പെഷ്യലായിട്ടുള്ളൊരു ചെമ്മീൻ റോസ്റ്റ് ഒന്നുമല്ല, സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്ന പോലെ അതേ ചെമ്മീൻ റോസ്റ്റ് തന്നെയാണ് കേട്ടോ. അങ്ങനെ സബോള, പച്ചമുളക്, വെളുത്തുള്ളി അതൊക്കെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ 2 തക്കാളി ചെറുതാക്കി മുറിച്ചെടുത്തിട്ട് അതും കൂടി ഇടുന്നുണ്ട് കേട്ടോ. സോറി 2 അല്ല 3 അപ്പോൾ മസാല എന്തായാലും ഇവിടെ കുറച്ച് കൂടുതൽ വേണം. മസാലയ്ക്കാണ് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടം. അങ്ങനെ ഈ റോസ്റ്റിൻ്റെ ഈ മസാലയാണ് കേട്ടോ കൂടുതൽ എല്ലാവർക്കും ഇഷ്ടം. പിന്നെ അത് കുറച്ച് ചെമ്മീൻ അതിൽ ഞാൻ മാറ്റി വെച്ചിരുന്നു കേട്ടോ. അവനും റോസ്റ്റിനെക്കാളും ചെമ്മീൻ പൊരിച്ചത് തിന്നാനാണ് ഒരുപാട് ഇഷ്ടം. അങ്ങനെ തക്കാളിയും ഉള്ളിയൊക്കെ അത്യാവശ്യത്തിന് കൂടുതൽ തന്നെ വെട്ടിയിട്ടു കേട്ടോ. പിന്നെ ഉള്ളിയൊക്കെ ഒന്ന് മസാലയൊക്കെ ഒന്ന് വാടി വന്നതിന് ശേഷം എന്താ പൊടികളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഗരം മസാലപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി, പിന്നെ ലേശം മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു ശകലം ചിക്കൻ മസാലപ്പൊടി ഇട്ടാൽ മല്ലിപ്പൊടി ചേർക്കാറില്ല കേട്ടോ ഞാൻ. ചിലരൊക്കെ മല്ലിപ്പൊടി ചേർത്തിട്ടും റോസ്റ്റ് ഉണ്ടാക്കില്ല. അപ്പോൾ എനിക്ക് ഈ റോസ്റ്റ് ഒന്നും ഉണ്ടാക്കുമ്പോൾ മല്ലിപ്പൊടി ഇടുന്നത് വലിയ ഇഷ്ടമല്ല കേട്ടോ. പിന്നെ ഞാനിതിൽ കുറച്ച് സോയാ സോസും കൂടെ ഒഴിച്ച് കൊടുക്കണം. പിന്നെ ഞാൻ അതുപോലെ റോസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെറിയൊരു സംഭവം കൂടെ ചേർത്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ എനിക്ക് അങ്ങനെ ഉണ്ടാക്കുമ്പോൾ റോസ്റ്റിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഒരു നുള്ള് പഞ്ചസാര കേട്ടോ, ഒരു നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ, നല്ല അടിപൊളിയായിരിക്കട്ടെ. നമ്മൾ ചിക്കൻ റോസ്റ്റ് ചെയ്യുകയാണെങ്കിലും ഇതേപോലെ ഒരു നുള്ള് പഞ്ചസാര ചേർത്താൽ സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ഓവറായിട്ടൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. പഞ്ചസാര ഒരു നുള്ള് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ശേഷം പൊരിച്ച് വെച്ച ചെമ്മീനൊക്കെ അതിലിട്ട് കൊടുത്തിട്ട് ഒരു കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്ര ചെമ്മീൻ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചെമ്മീനൊക്കെ നേരാക്കുമ്പോൾ കുട്ടികൾ ബിരിയാണി ഉണ്ടാക്കുക അങ്ങനെയൊക്കെ ചോദിച്ചാണ് കേട്ടോ. ബിരിയാണി ഉണ്ടാക്കണമെങ്കിൽ കുറച്ചും കൂടി വലിയ ചെമ്മീനായിരിക്കണം, അപ്പോഴേ നല്ലതൊക്കെ എടുത്തിട്ട് കഴിക്കാനൊക്കെ കിട്ടും. മണത്തിന് ഇങ്ങനത്തെ ചെമ്മീനാണെങ്കിലും മതി കേട്ടോ. ഒരു മണം കിട്ടിയാൽ മതിയല്ല, ചോറിന് ചെമ്മീൻ്റെ ഒരു മണം കിട്ടിയാൽ മതിയല്ല. അപ്പോൾ ഇങ്ങനത്തെ ചെമ്മീനാണെങ്കിലും ടേസ്റ്റൊക്കെ ഉണ്ടാവും. അങ്ങനെ ഉച്ചക്കത്തെ പണികളൊക്കെ കഴിഞ്ഞു, കുളി നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ആദ്യം ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ സംഭവം എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. നമ്മുടെ തോട്ടത്തിൽ നിന്നൊക്കെ കിട്ടിയ കാന്താരി മുളകാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇതുപോലെ സുർക്കയിലിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ ചോറ് കഴിക്കുമ്പോഴൊക്കെ 1-2 ഒക്കെ എടുത്ത് കഴിക്കും. കുട്ടികൾക്ക് ഇത് നല്ല ഇഷ്ടമാണ് കേട്ടോ. കറിയിൽ എരിവ് കൂടിയാൽ അവർ ചോറ് കഴിക്കില്ല. പക്ഷേ ഇങ്ങനെ ഈ ഉപ്പിലിട്ട മുളകൊക്കെ എടുത്ത് കഴിക്കാൻ അവർക്ക് വലിയ കാര്യമാണ് കേട്ടോ. അത് എത്ര എരിവായാലും അവർക്കൊരു പ്രശ്നം. അങ്ങനെ വേണ്ടത് ഒരു ചെറിയൊരു കുഞ്ഞു പാത്രത്തിലിട്ടിട്ട് ഞങ്ങൾ പിന്നെ ചോറ് കഴിക്കാനൊക്കെ പോയിട്ടാണ്. അപ്പോൾ നല്ലൊരു മണമാണ് കേട്ടോ. ഈ മൂടി തുറന്നതും ഒരു എരിവിൻ്റെ ഒരു മണമൊക്കെ അങ്ങനെ ഒരു പ്രത്യേകതരം മണമാണ്. അപ്പോൾ ഇങ്ങനെ കാന്താരി മുളക് സുർക്കയിലിട്ടത് ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത്. ഈ മുളകിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ കുറച്ച് ക്യാരറ്റും കൂടി മുറിച്ചിട്ടിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ മക്കൾ പണ്ടേ തന്നെ എടുത്ത് കാലിയാക്കി കേട്ടോ. പിന്നെ ഞങ്ങളത് ഫുഡ് കഴിക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ ഞങ്ങളുടെ ഉച്ചക്കത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ ഇപ്പോൾ രാത്രി സ്പെഷ്യൽ വേറെ ഒന്നുമില്ല കേട്ടോ. രാത്രിയിലെ വൈകിട്ട് ചായയും പിന്നെ കുറച്ച് ബിസ്ക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ. ബിസ്ക്കറ്റൊക്കെ ഒരു പാത്രത്തിലൊക്കെ ഇട്ട് വെച്ചു. അതൊക്കെ ഇങ്ങനെ പൊടിഞ്ഞു പോയിട്ടൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമൊന്നുമില്ല. സ്പൂൺ കൊണ്ടൊക്കെ മക്കളൊക്കെ അതെടുത്തിട്ട് കഴിക്കണ്ട. പിന്നെ ചായയൊക്കെ ഉണ്ടാക്കി അയ്യാൻകുട്ടിക്കുള്ള പാലൊക്കെ അവിടെ ഞാൻ തണുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തെങ്കിലുമൊക്കെ കടികൾ ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിക്കേണ്ട. പിന്നെ ഈ പണികളെല്ലാം കഴിഞ്ഞ് ഫോണിൽ എന്തെങ്കിലുമൊക്കെ ഒത്തിരി നോക്കും, എഡിറ്റ് ചെയ്യലൊക്കെ കഴിഞ്ഞ് പിന്നെ ആ ഒരു മടിയാകും കേട്ടോ. പിന്നെ ചായയൊക്കെ ഉണ്ട്. പിന്നെ ബിസ്ക്കറ്റ് അതൊക്കെ കഴിക്കാനുള്ളത് കൊണ്ട് തന്നെ വേറെ ഒന്നും ഉണ്ടാക്കാനൊന്നും കണ്ടില്ല. ബിസ്ക്കറ്റൊക്കെ ഒരു പാത്രത്തിലിട്ടപ്പോൾ ഒരു പൂരപ്പൊടി പോലെയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. എന്നാലും കുട്ടികളൊക്കെ അത് സ്പൂൺ കൊണ്ട് കോരി കഴിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.